ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഹാൻസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവർക്ക് ആകെ ഹാലിളകിയിരിക്കുന്നത്, ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് ഇത് എന്തിനാണ് ഈ 420 ഇടുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇവർ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ കമ്പനിക്ക് എതിരെ മാത്രമാണ് 420 ഇടുന്നത് എന്നാണ്. എന്നാൽ ഇതുപോലെ ചീറ്റിംഗ് കേസുകളിൽ എല്ലാം തന്നെ പോലീസ് ഇടുന്ന ഒരു ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു സെക്ഷനാണ് 420 എന്ന് പറയുന്നത്. നമ്മുടെ ഏത് ചീറ്റിംഗ് കേസ് എടുത്തു കഴിഞ്ഞാലും അതിൽ 420 ഉണ്ടാവും. ഇപ്പോൾ കണ്ടല ബാങ്കിൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിൽ വന്നിരിക്കുന്നത് 420 ആണ്. 409 ഉണ്ട്, 420 ഉണ്ട്. അപ്പോൾ ഇതൊരു ചീറ്റിംഗ് കേസാണ്. ഇല്ലാത്ത വ്യാജമായിട്ടുള്ള അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പക്കലുള്ള പണം തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർക്ക് എത്രയോ 198 രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടെന്നും അതുപോലെ തന്നെ 699 സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടെന്നും ആ സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭത്തിന്റെ പകുതി എടുത്തിട്ട് പൂളിലിട്ടിട്ട് തരുന്നു എന്നാണ് പ്രതാപൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. പ്രതാപൻ പറഞ്ഞ വാക്കുകൾ, അല്ലാതെ ഇപ്പോൾ ഷിബുവിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ അത് മാത്രമല്ല നമുക്ക് വേറെയും പല പരിപാടികളുണ്ട്, ആ പരിപാടികളൊക്കെ വേറെ പരിപാടികളായിരിക്കും. പക്ഷേങ്കിൽ ഞാൻ പ്രതാപൻ പറഞ്ഞ ആ ഒരു സൂം മീറ്റിംഗ് കേട്ട ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സൂപ്പർ മാർക്കറ്റുകളുടെ വരുമാനത്തിൻ്റെ പകുതി എടുത്തിട്ട് അതാണ് നിങ്ങൾക്ക് തള്ളിത്തരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അതല്ല. നിങ്ങൾക്ക് തരുന്ന പണം എന്ന് പറയുന്നത് ഒന്നിക്കൽ അത് നിങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങൾ ചേർത്തവരുടെയോ പണമാണ് നിങ്ങൾക്ക് പൂളിംഗമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ഇംഗങ്ങളായിട്ട് നിങ്ങൾക്ക് തരുന്നത്. 1 രൂപ വരുമാനം ഉണ്ടാക്കാത്ത ഒരു കമ്പനിയാണ് ജനങ്ങളുടെ പണം പിരിച്ചെടുത്തുകൊണ്ട് അത് 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 90 രൂപയും വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അവകാശവാദങ്ങൾ പറയുന്ന കമ്പനിയാണ്. അല്ലാതെ മറ്റ് ബിസിനസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ 100 രൂപ 101 രൂപയാക്കി എന്നല്ല അവർ പറയുന്നത്. 100 രൂപ 90 രൂപയും വീതിച്ചു കൊടുത്തു എന്ന് പറയുന്ന കമ്പനിയാണ്. അത് തന്നെയാണ് ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്. പോൺസി സ്കീമാണ് ചെയ്തിരിക്കുന്നത്, അത് മണി ചെയിനാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അല്ലാതെ ഈ 420 ഇട്ടതിനെ കുറിച്ചിട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന മെസ്സേജുകൾ വീഡിയോകൾ ഇറക്കിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഇനി ഇവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ 1-2 മാസത്തിനിടയ്ക്ക് നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഇവിടെ തന്നെയുണ്ട്. നിങ്ങളുടെയൊക്കെ എത്ര പ്രാക്കല്, എത്ര ചീത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ നിലനിൽക്കുന്നത് നീതിയുടെയും സത്യത്തിൻ്റെയും ഒക്കെ ഒപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരുത്തനെയും ഭയപ്പെടാതെ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ തട്ടിപ്പ് ഏതാണ്ട് അവസാനിച്ചു തന്നെ പറയാം. പക്ഷേങ്കിൽ ഈ ഒരു തട്ടിപ്പിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. MD മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ. മറ്റു ഒരുപാട് പേര് നിയമത്തിൻ്റെ മുന്നിലേക്ക് വരേണ്ടതുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബൈ.